10 സിനോബി 10 കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 15 വർഷത്തോളം, ഇത് 15 13 വർഷത്തിന് മുമ്പ് സിനോബി അവിടെ പഠിക്കുകയും ഞാൻ ജോലി ചെയ്യണ സമയത്ത് എന്തിനാ ഉള്ള കാര്യം പറഞ്ഞാൽ പോരെ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷെറിമോൻ ഇതാണ്. ഇത് പുതിയ കണ്ണാടി വാങ്ങിച്ചല്ലേ? പുതിയ കണ്ണാടി. പക്ഷെ അത് ഞങ്ങള് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അവര് ഭയങ്കര സങ്കടം, അവനില്ലെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു അമ്മ കണ്ണാടി വെക്കണ്ട, ഞാനും അമ്മയെ സെറ്റായാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കണ്ണട വെക്കുമ്പോ അവൻ വലിച്ചൂരി കളയുമായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പാലക്കാട് ഇത് വില കുറഞ്ഞ കേട്ടോ. അതെ, ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ കൂടുതൽ സമയം വെക്കാനും പാടില്ല. എന്തായാലും ഇവനുള്ള ആ ഒരു കണ്ണാടി, അതായത് ഇവന് വേണ്ടിയുള്ള കൂളിംഗ് ഗ്ലാസ്സിന് ഞങ്ങൾ വില വെച്ചപ്പോ 900 രൂപയാണ്. അതും ഫാസ്റ്റ് ട്രാക്കിന്റെ. അപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഇവന് അങ്ങനെ ആവശ്യമില്ല. ഇതിനങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ വാങ്ങാതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ഇന്നൊരു കുറച്ച് അധികം ഷോപ്പിംഗ് ആണ്. പ്രത്യേകിച്ച് കുറച്ചധികം വർഷങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ച ഷോപ്പിംഗ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതില് ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ, കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഞങ്ങള് അവിടെ നിന്ന് ആഗ്രഹിച്ചു ഒരു ഡ്രസ്സ് ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ചു. അന്ന് നമുക്ക് കുട്ടിയില്ല, പക്ഷെ അവരുടെ കുട്ടിക്ക് വേണ്ടി നമ്മളൊരു ഗിഫ്റ്റിന് വേണ്ടി വാങ്ങിച്ചതാണ്. അന്നൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പൈസ നോക്കിയില്ല. പക്ഷെ 10,000-2000 രൂപ മേളിലായി അല്ലേ ഒറ്റ ഡ്രസ്സിന് 2000 സംതിങ്. ഇത് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞൊരു ഇതാണ്. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് കെയറിലോട്ടാണ്. കെയർ കുട്ടി ഉണ്ടായി ഇവനിപ്പോ 6 വയസ്സ് കഴിഞ്ഞു. ഈ 6 വർഷമായിട്ട് പോലും ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഞങ്ങളുടെ കുട്ടിക്ക് ഈ പറയുന്ന ഒരു ബ്രാൻഡ്, അതായത് ഇപ്പൊ ഫസ്റ്റ് ക്രൈ ആയിക്കോട്ടെ, ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞാൽ ന്യൂ ബോണിന് വേണ്ടിയാണ്. പക്ഷെ കെയറിൽ നിന്ന് വാങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ മാക്സിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചിരുന്നത്. മാക്സിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 750, 500, 750 കിട്ടും അല്ലേ? പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം സിനോബിക്ക് എടുത്തപ്പോ ആദ്യം 2000 സംതിങ് എടുത്തു, പിന്നെ വേറെ 2000 വേറെ എടുത്തു, പിന്നെ ഈ മാസം വേറെ എടുത്ത് മൊത്തം 6000 രൂപ എടുത്തു. എന്തെന്ന് അമ്മയൊക്കെയാണ് ഈ പാവങ്ങൾ കണ്ടില്ല, ആകെ ഒരു ഡ്രസ്സും വെച്ച് കുഴപ്പമില്ല നമുക്ക് എടുക്കും അല്ലേ. ഒരു പർച്ചേസിംഗ് വീഡിയോ ആട്ടോ, അടിപൊളി പർച്ചേസിംഗ് വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 മണി. അപ്പൊ ഞങ്ങൾ കാലത്ത് ഒരു 10 മണി ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇനിയിപ്പോ കുറച്ച് ഹറിബറിയാണ്. മീൻസ് അതിന് കാരണമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു വീഡിയോ ഇപ്പൊ രണ്ടാമതും ഇപ്പൊ കിട്ടിയേക്കാണ്. വേറെ ഒന്നല്ല, ഇപ്പൊ ഞാൻ മാത്രമേ പോകുന്നത്, കർണാടകയ്ക്കാണ് പോകുന്നത്. കർണാടക ഇപ്പോൾ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ കാരണം വെച്ചാൽ നമുക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇല്ലാണ്ടാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും കർണാടക വീഡിയോ നമുക്ക് വീണ്ടും വന്നേക്കാണ്. ഇതിപ്പോൾ ഞാൻ നാളെ കാലത്ത് ഒരു 10 മണിക്ക് ശേഷം ഒരു 11 മണിക്ക് ആകുമ്പോൾ ട്രെയിൻ കയറിയ ഒരു വൈകിട്ട് ഒരു 5-6 മണിക്കുള്ളിൽ എനിക്ക് സേലം സേലത്ത് നിന്ന് അവരുടെ വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് പോവാം. ശരി, അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് എന്തൊക്കെയായിരുന്നു? ഇന്നത്തെ ഷോപ്പിംഗ് ഞങ്ങൾ നേരെ പോയത് കെയറിലാണ്. കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഈ പറയുന്ന കെയറിനെ കുറിച്ച് പറയുമ്പോഴ ഒന്നാമത്തെ, ഞാൻ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്ക് നല്ല ഡ്രസ്സ് എടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്ക് അതിനുള്ള വകുപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ, എൻ്റെ വൈഫിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും നല്ല ഡ്രസ്സ്, ഏറ്റവും വില കൂടിയ ഡ്രസ്സ് കൊച്ചിൻ്റെ ആയിരിക്കും. പക്ഷെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു 500 ഡ്രസ്സൊക്കെയാണ്. കാരണം 500 ഉള്ള വകുപ്പ് നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് 2 ഡ്രസ്സ്, ഒരു ഡ്രസ്സ് അതൊക്കെ മാറി അത് കഴുകിപ്പറക്കിയൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു കൊച്ചിന് ഒരു 1.5-2 വയസ്സ് വരെ അല്ലേ, 2.5 വയസ്സ് വരെ. അപ്പൊ മുതലുള്ള ആഗ്രഹമാണ് കെയർ. ആ ഒരു സംഭവം ഇത് ഇവിടെ നമ്മുടെ പറവൂർക്കവലയ്ക്കാണ് ആ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പൊ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ബ്രാൻഡ് തന്നെയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോകുമ്പോ ദൈവമേ എന്നാണ് ഈ പറയുന്ന കെയറിൽ അത് എന്നാ നമുക്കൊന്ന് കയറാൻ സാധിക്കുക, നമ്മുടെ കുട്ടിക്ക് അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എങ്ങനെ വാങ്ങാൻ സാധിക്കുക എന്ന് ആഗ്രഹിച്ച ഒരു കാലഘട്ടം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ആ ഷോപ്പിൽ കയറിയപ്പോ ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ ഷോപ്പിൽ കയറിയപ്പോ. പിന്നെ നല്ല സെലക്ഷൻ ആണ്. ഈ പറഞ്ഞ എക്സൈറ്റ്മെന്റ് പോലെ തന്നെ ഇഷ്ടം പോലെ സെലക്ഷൻ അല്ലേ. മീൻസ് സാധാരണ നമ്മളിപ്പോ എല്ലാം, അതായത് ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കൂടി കിട്ടുന്ന കടകളിൽ ചെല്ലുമ്പോ ഉദ്ദേശിച്ച പോലെ കിട്ടണമെന്നില്ല. അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവാറില്ല. ക്വാളിറ്റിയുടെ കാര്യമല്ല, നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ പിടിച്ചിട്ടായിരിക്കും പോണത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ ചിലപ്പോ കിട്ടില്ല. പക്ഷെ ഇന്നത്തെ മെറ്റീരിയൽ ഒക്കെ ഉണ്ടായിരുന്നു.
അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞങ്ങൾ ചെന്ന് കണ്ട് എടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് എടുക്കുകയും ചെയ്തു. അല്ലാണ്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെ എന്താ പറയാ ഇല്ലില്ല, ഇഷ്ടം പോലെ സെലക്ട് ചെയ്തു. അതിന്റെ എന്തൊക്കെ നമ്മൾ ഒന്ന് ഡെനിം, അതായത് ആ ജീൻസിന്റെ ഒരു ഷോർട്ട് എടുത്തു. പിന്നെ ഇടാനായിട്ട് ഒരു പോളോ എടുത്തു, മറ്റേ എന്താ പറയാ ബനിയന്, മറ്റേ കോളർ ടൈപ്പ് ടീഷർട്ട്. പിന്നെ എടുത്തത് ഒരു മറ്റേ ഹുഡി എടുത്തു. ലോങ് യാത്രക്ക് പോകുമ്പോഴാണെങ്കിലും അടിപൊളിയാണ് സംഭവം, ഇട്ട അടിപൊളിയാണ്. അടിപൊളി, അവനത് ഭയങ്കര ഇഷ്ടമായിട്ട്, സൂപ്പറായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്ലാസിക് ലുക്ക്. പിന്നെ ആവാത്തല്ല അതിന്റെ മെറ്റീരിയലാണ്, സംഭവത്തിന്റെ മെറ്റീരിയൽ അടിപൊളിയാണ്. സാധാരണ പിള്ളേർ എപ്പോഴും ഓട്ടവും ചാട്ടവും, അവർക്ക് ഭയങ്കര ചൂടാണ്, ഹീറ്റ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഉടുപ്പിട്ടെന്ന് തോന്നൂല. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മളെടുത്തു. അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയില്ല. ഈ പറയുന്ന ആ 2 ടോപ്പും പിന്നെ ഒരു ഡെനിമും കൂടി എടുത്തതിന് 2700 സംതിങ് ആയിട്ടുണ്ട്. അതായത് 3000 മേള ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്കൗണ്ട് വന്നു. ഇപ്പൊ ആണെങ്കിൽ എന്താ ഫെസ്റ്റിവൽ ഡിസ്കൗണ്ട് അല്ലേ, ഫെസ്റ്റിവൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ പോയത്, പിന്നെ അതിനുശേഷം നേരെ മേനയ്ക്ക് പോയി. വീടിനകത്തിടാനും വീടിന് ചുറ്റുപാറ്റുമായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനുള്ള ഒരു ഡ്രസ്സ് എടുക്കാനാണ് പോയത്. ഒന്നല്ല, കുറഞ്ഞൊരു 3-4 എടുക്കണം എന്ന് വെച്ചാൽ. സാധാരണ എടപ്പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് ആകെ 1-2 കടകൾ മാത്രമേ ഉള്ളൂ, കാരണം അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കാരണം വെച്ചാൽ ഇതിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. കാരണം അതും ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ തവണ ഈ മേനകയിൽ ഇങ്ങനത്തെ കടകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള കടകൾ അങ്ങനെ ഇഷ്ടം പോലെ വേറെ നമ്മളിപ്പോ ശ്രദ്ധിക്കും. അച്ഛൻ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ, എന്റെ ഭാര്യക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം, അതായത് നമ്മള് ഇങ്ങനെ കാണുമ്പോ ആഗ്രഹമാണല്ലോ. കാരണം വെച്ചാൽ എന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് ഇങ്ങനെ വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത്. അപ്പൊ നേരെ മേനയ്ക്ക് വന്നു. മേന ചെന്നപ്പോ ആണെങ്കിൽ ഇഷ്ടം പോലെ കടകൾ അല്ലേ. അന്ന് ഞാൻ ഓർക്കണ്ട്, ഇങ്ങനെ അച്ഛൻ ഫുഡ് കൊടുക്കാൻ പോയപ്പോ ഇങ്ങനെ ആ റോഡിൽ കൂടെ പോയപ്പോ മഴ നനഞ്ഞാ പോയി. അപ്പൊ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് പറഞ്ഞു, എന്നോട് വന്ന് പറഞ്ഞു ഒരു ദിവസം പോണോടി എന്ന് പറഞ്ഞു. 3 നിക്കർ പോലത്തെ ഡ്രസ്സും പിന്നെ പല്ലാസു, അതായത് പാവാട പോലെ എന്തായാലും സംഭവം അടിപൊളിയാണ്. നമ്മളിപ്പോ പാന്റാണ്, പക്ഷെ അത് കണ്ട പാവാട പോലെ, ചെറിയ പാവാട പോലെ. എന്തായാലും അതും ഒരു 3 എടുത്തു. പിന്നെ അവിടെ ആ കടയിലെങ്ങാണ്ട് ഒരു 1000 സംതിങ് ആയുള്ളൂ. പിന്നെ അത്രയും ഡ്രസ് എടുത്തിട്ട് പോലും. അത് തന്നെ. പക്ഷെ പിന്നെ ഇത് ബനിയനും എടുത്തു. ബനിയൻ എടുത്ത് അത് വേറെ കടയിൽ, പിന്നെ വേറൊരു കടയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഈ കടയിൽ എനിക്ക് കിട്ടില്ല. കാരണം വെച്ചാൽ അതിന്റെ ക്ലോത്ത് ഭയങ്കര ഇപ്പത്തെ ചൂടല്ലേ, ചൂടിനനുസരിച്ചുള്ള ലൂസ് ആയിട്ടുള്ള എടുക്കണമല്ലോ. അപ്പൊ ബനിയും വാങ്ങാൻ വേണ്ടി വേറെ കടയിൽ പോയി. അങ്ങനെ കൊറേ നടന്നിട്ട് ഞങ്ങള് എന്തായാലും നല്ല ചൂടുണ്ടായിരുന്നല്ലേ, അങ്ങനെ കടയുടെ പേരൊക്കെ മറന്നു. അങ്ങനെ ഒരു കടയിൽ കയറി ആ ബനീനെങ്ങാണ്ട് 3 എണ്ണം എടുത്ത്, 3 എണ്ണത്തിന് 380 രൂപയായിട്ടാ. അടിപൊളി. പിന്നെ അതിനുശേഷം നേരെ കൊച്ചിന് വാച്ച് വാങ്ങിച്ചു നമ്മളല്ലേ. തവണ വാച്ച് വാങ്ങിച്ചത് എത്രാമത്തെ? 4ാമത്തെ വാച്ച്. ആദ്യം നല്ലൊരു 500-ന്റെ വാച്ച് വാങ്ങിച്ചു കൊടുത്തു. അതും നല്ല ഭംഗിയുള്ള വാച്ചാണേ, കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അടിപൊളി വാച്ച്. പക്ഷെ അത് ഫംഗ്ഷന് പോയിട്ട് അത് പോയി. പിന്നെ വേറെ ഒരെണ്ണം വാങ്ങിച്ചത് അത് ഡിജിറ്റൽ വാച്ചായിരുന്നു, അതും പോയി. പിന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ഈ ഡയലുള്ള വാച്ച് അതും കാണാനില്ല തോന്നുമ്പോ. ഇപ്പൊ 4ാമത്തെ വാച്ച് എന്താവുന്ന ദൈവത്തിന് അറിയാം. കാരണം ഇപ്പൊ തന്നെ എപ്പോഴും അതും ഇങ്ങനെ ഞെക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഇങ്ങനെ ലൈറ്റ് വരും ഇവിടെ. ശരിക്കും അത് ഈ കാസിയോടെ വാച്ച് പോലെ ഇച്ചിരി ഈ പട്ടാളക്കാരൊക്കെ കെട്ടാണ്. പക്ഷെ അതിന് വലിയ റേറ്റില്ല, എന്തായാലും 250 രൂപ ഉള്ളൂ. പിന്നെ എന്തായാലും ആവട്ടെ എന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം അവന് വേണ്ടിട്ട് ഒരു ബൈനോക്കുലർ വാങ്ങിച്ചു. ബൈനോക്കുലർ വാങ്ങിച്ചു. അത് കാരണം ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ അതോർത്ത് ഓർമ്മ വാങ്ങിച്ചു തരുമോ ചോദിച്ചു. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. ബൈനോക്കുലർ വാങ്ങിക്കാൻ കാരണം അതിന് 100 രൂപയുള്ളൂ. പുള്ളി 120 പറഞ്ഞു, ഞാൻ പറഞ്ഞു 100 മതി ചേട്ടാ, അത്ര മതി എന്ന് പറഞ്ഞു 100 കൊടുത്തു. പിന്നെ അതിനുശേഷം എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു. ഉള്ള കാര്യം പറഞ്ഞില്ല, 650 രൂപ, 600 രൂപ കൊണ്ട് കൊടുത്തു. 600 കൊടുത്തപ്പോൾ തന്നെ അയാളുടെ മുഖം മാറി. ഞാൻ പറഞ്ഞു അത് മതി അടിപൊളിയായിട്ടോ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ കാല് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതേപോലെ തന്നെ വേറെ ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പോൾ ഫാമിലുണ്ട്. പക്ഷെ അടിപൊളി ചെരുപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ ഫാമിൽ ഇട്ടുപോയി. നമ്മളിനി
ഫാമിലൊക്കെ പോകുമ്പോൾ എനിക്ക് ചെരുപ്പില്ല. അപ്പം നല്ല ചെരുപ്പില്ലാത്തതുകൊണ്ട് എന്താ ഞാൻ അത് ഇട്ടു. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോക്സിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചാണ്. ഈ പറയുന്ന ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അന്നേരം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സമയം പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോ ജസ്റ്റ് ഫോൺ കൈ പിടിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ആട്ടോ. പിന്നെ അതിനുശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി നമ്മളെ. അതെ, ഫുഡ് കഴിക്കാൻ പോയി. ഇനി എന്താ, ഞങ്ങള് 3:30 ആയിപ്പോട്ടെ. ആദ്യം ഒരു ഹോട്ടലിൽ കയറി, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഹോട്ടലിൽ പോയി. ഈ പറയുന്ന ഹോട്ടലിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. യെസ്, അതിന്റെ കഥ ഞങ്ങൾ പറയാവേ. അതായത് ഈ പറയുന്ന ഹോട്ടലിന് ആദ്യം ഞങ്ങൾ കയറാൻ പോയ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷം മുമ്പുണ്ടാവും? ഒരു 10 വർഷത്തിന് മുമ്പ്. 10 സിനോബി, 10 കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായത് 8 വർഷം ഗ്യാപ്പാണ് അല്ലേ. പിന്നെ 8 വർഷത്തെ പ്രണയം. അപ്പോൾ ഈ പറയുന്ന 8 വർഷം ഗ്യാപ്പ് ഉണ്ടായില്ല, 4-5 വർഷമാണ് ഗ്യാപ്പ്. അപ്പോൾ എന്തായാലും ഒരു 15 വർഷത്തോളം, ഇത് 15-നും 13 വർഷത്തിന് മുമ്പ് സിനോബി അവിടെ പഠിക്കുകയും ഞാൻ ജോലി ചെയ്യണ സമയത്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോയി കഴിഞ്ഞപ്പോൾ പലപ്പോഴായിട്ട് അല്ലേ, പലപ്പോഴായിട്ട് എത്ര തവണ കയറി അവിടെ 2, 3, 4 3-4 തവണ അവിടെ കയറി ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. കൂടുതൽ ഒരുമിച്ചിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയ സമയത്ത് ഞങ്ങൾ പോയ സ്ഥലമാണ് ഹോസ്റ്റലില്. കടലക്കറി മൊത്തത്തിൽ കടലാക്രമണം. അതുകൊണ്ട് ഇച്ചിരി നല്ല ഫുഡ് കഴിക്കാതെ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഓർമ്മയാവട്ടെ എന്ന് വെച്ചാൽ അവിടെ ചെന്നതിന് ഇപ്പൊ അവിടെ ഭയങ്കര തിരക്ക്. നമ്മള് പിന്നെ അവിടെ നിന്നില്ല, പിന്നെ നേരെ എന്ത് ചെയ്തു സിനോബി, എടപ്പള്ളി ചെന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ എടപ്പള്ളി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ 3:30 കഴിഞ്ഞുട്ടോ. ഇപ്പൊ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ സമയം പോണ അറിയില്ല. അത്യാവശ്യം മണി വേണം കേട്ടോ. മീൻ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഇപ്പോഴും അവിടെ തന്നെ ആയിരിക്കും നമ്മൾ. ശരി, നേരത്തെ പണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് 500 കൊണ്ട് ഒരു ഡ്രസ് എടുത്തോണ്ട് വിട്ടടിച്ച് പോരും. ഇപ്പൊ 2000 രൂപ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സിനോബിക്കും കൂടി 1000-1000 അങ്ങനെ പെട്ടെന്ന് എടുക്കുക, പെട്ടെന്ന് പോരുക. കാരണം നമ്മുടെ അടുത്തതിനുള്ള വകുപ്പേ ഉള്ളൂ. പക്ഷെ ഇന്ന് ദൈവം അനുഗ്രഹിച്ച് എന്തായാലും അത്യാവശ്യം കാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നത്, ദൈവത്തിന് നന്ദി അല്ലേ. ഇനിയിപ്പോ കുറച്ച് മീൻ വാങ്ങണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം നാളെ കാലത്ത് 10 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, കർണാടകയ്ക്ക് പോകും. പിന്നെ വൈഫും കുട്ടിയും അപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയാ, പെട്ടെന്ന് കാര്യമെല്ലാം ചെയ്തിട്ടാണ് എനിക്ക് പോകാനായിട്ട്. ശരി, അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല നമുക്ക്. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ